ഞങ്ങൾ സിനിമ ഷൂട്ട് ചെയ്ത് പകുതിയായി കഴിഞ്ഞ സമയത്ത് തന്നെ ഇത് താമരൊക്കെ വന്ന് കണ്ടപ്പം പറഞ്ഞു നല്ല ഇതിലാണ് പോകുന്നത്. ഷൂട്ട് കഴിഞ്ഞ് വളരെ 5-6 ദിവസത്തിനുള്ളിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ നമ്മൾ IFFK ഒന്ന് അയച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതേമാതിരി ഷംല പറഞ്ഞ പോലെ തന്നെ IFFKയിലൊക്കെ അയക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമല്ലേ, കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഫാസിൽ വിളിച്ചിട്ട് നമുക്ക് IFFKയിൽ കിട്ടിയിട്ടുണ്ട്, അതും കോമ്പറ്റീഷൻ ഇതിലാണെന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷം. പിന്നെ അന്ന് മുതൽ IFFK വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങൾ തിരുവനന്തപുരം. ദിവസത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും കാത്തിരിക്കുകയായിരുന്നു. ഫസ്റ്റ് സ്ക്രീനിങ്ങും ഫസ്റ്റ് സ്ക്രീനിങ്ങിന് ആളുകൾ കയറി കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ, അതായത് തിയേറ്ററിൽ കുറച്ചങ്ങനെ അങ്ങനെ ഒരു വളർച്ച എത്തിക്കഴിഞ്ഞപ്പോൾ ഓഡിയൻസിൻ്റെ റിയാക്ഷൻ ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ പൾസ് എന്താണെന്നുള്ളത്, സിനിമേൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് പോകുന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര റിലാക്സ് ആയിട്ടുണ്ട്. ഡോക്ടർ സജീഷൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെയൊക്കെ കാണാനൊക്കെ. അപ്പോൾ അവർ മൂപ്പരും അപ്പം തന്നെ അങ്ങനെ പറയുന്നുണ്ട്, ഓക്കെ ആണ് സാധനം, കയറിപ്പോയി എന്ന് പറഞ്ഞ്. കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള അന്തരീക്ഷം. കാരണം അതുവരെ ഞങ്ങൾ അവിടുത്തെ സാധാരണക്കാരാണ്, ഞങ്ങൾ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ അതിനുശേഷം ഭയങ്കര സെലിബ്രിറ്റി ആയി.